നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസ് സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ആവോലി ഗ്രാമപഞ്ചായത്തിൽ 10ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ഷാജു ജോർജാണ്. ആവോലി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ വിവിധ ബഹുജന മുന്നേറ്റങ്ങളുടെയും ജനകീയ കൂട്ടായ്മകളുടെയും പ്രതിനിധിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ഷാജു ജോർജ് തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് എത്തുന്നത്. ഇരു മുന്നണികളെയും മാറി മാറി പതിറ്റാണ്ടുകളായി തെരഞ്ഞെടുത്തിട്ടും ആവോലി ഗ്രാമപഞ്ചായത്തിൽ അവഗണനയുടെയും വികസന മുരടിപ്പിന്റെയും കഥ മാത്രം പറയാനുള്ള സാഹചര്യത്തിലാണ് വാർഡ് നിവാസികൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സര രംഗത്തിറക്കിയത്. എങ്ങനെയുണ്ട് പ്രചരണങ്ങളൊക്കെ? നല്ല രീതിയിൽ പോകുന്നു. നല്ല സഹകരണമുണ്ട്. ആളുകളൊക്കെ കൂടുന്നുണ്ട്. ആദ്യം പ്രതീക്ഷിച്ചതിനും കൂടുതൽ ആളുകൾ സഹകരിക്കുന്നുണ്ട്. നല്ല ചൂടായിട്ട് തന്നെ കൂടുതലുണ്ട്. നമ്മൾ ഈ വീടുകളിലൊക്കെ കയറുമ്പോൾ ഈ വാർഡിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടൊക്കെ ജനങ്ങൾ പറയുന്നത് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് റോഡാണ്. റോഡ് തീരെ മോശമായിട്ട് ബസ് സർവീസ് നടക്കുന്ന റോഡാണ്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. വർഷങ്ങളായിട്ട് അത് റിപ്പയറിംഗ് ഇല്ല. റോഡിൻ്റെ സൈഡിലേക്കൊന്ന് മാറി നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കാല് കയറി അതങ്ങനെ കിടക്കുന്നു. ഇത് നോക്കാൻ ആരും ഇല്ല. ഒരു നാഥനില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ കിടക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ പുറമേ കാണുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ കുടിവെള്ള പ്രശ്നം അങ്ങനെ എന്തെങ്കിലും? കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണ്. ഇവിടെ ഈ കാര്യം പുഴയുടെ വളരെ അടുത്തുള്ള സ്ഥലമാണെങ്കിൽ പോലും ഈ വാർഡിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. ഇവിടെ നടന്ന് പോയി വെള്ളം കോരിക്കൊണ്ട് വരേണ്ട അവസ്ഥയാണുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. താഴെ പാടം ഉള്ള സ്ഥലത്ത് ഒരു പഞ്ചായത്തിൻ്റെ കുളമുണ്ട്. അവിടുന്ന് ഒരു ടാങ്ക് മുകളിൽ കെട്ടിക്കഴിഞ്ഞാൽ കുടിവെള്ളം എല്ലാവർക്കും വീട്ടിലെത്തിക്കാൻ പറ്റും. ആളുകൾ പണിക്കൊക്കെ പോകുന്ന ആളുകൾ രാവിലെ ഏറ്റവും വലിയ അധ്വാനം വെള്ളം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതവർക്ക് ഭയങ്കരധികം നഷ്ടം വരുന്നുണ്ട്. സമയനഷ്ടവും അധ്വാനവും വരുന്നുണ്ട്. അതിന് ഒരു പരിഹാരം കാണുകയെന്ന് വെച്ചാൽ അവരുടെ ജീവിത ഭാരം ലഘൂകരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ്. അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിലേക്ക് ഇതുവരെയുള്ള അധികാരികളാരും ശ്രദ്ധ വച്ചിട്ടില്ല. അത് എല്ലാവരും പറഞ്ഞു, പ്രത്യേകിച്ച് സ്ത്രീകൾ പറയുന്ന ഒരു വലിയൊരു വിഷയമാണ്. അപ്പോൾ ചേട്ടൻ വിജയിച്ച് വരുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുമെന്ന് തന്നെയാണ് പറയുന്നത്? തീർച്ചയായിട്ടും. കേന്ദ്ര ഗവൺമെൻറ് തൊട്ട് സംസ്ഥാന ഗവൺമെൻറ് തൊട്ട് റോഡ് പണിയാനൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള ധാരാളം ഫണ്ടുകളുണ്ട്. അത് ശരിയായ രീതിയിൽ പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്താൽ അത് ലഭിക്കും. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണെങ്കിലും അതിനും പ്രത്യേക പദ്ധതികളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിലൊക്കെ ഉണ്ട് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതികൾ. ഇനി അതല്ല എങ്കിൽ തന്നെ പുറത്ത് ഏതെങ്കിലും കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പോലും ഇത് ചെയ്യാൻ പറ്റും. അതിനുള്ള മാർഗ്ഗങ്ങളും പഞ്ചായത്തിൽ സ്വീകരിക്കാൻ പറ്റും. ആളുകളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള പല മാർഗ്ഗങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന തൃശ്ശൂർ കില എന്ന സ്ഥാപനത്തിൽ പല കാര്യങ്ങൾക്ക് ട്രെയിനിങ് പോവുകയും മറ്റും ചെയ്തു. അതുവഴി ഞാൻ പഞ്ചായത്തിൻ്റെ ബ്ലോക്കിൻ്റെയൊക്കെ റിസോഴ്സ് പേഴ്സണായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും ക്ലാസ് എടുക്കുകയും പ്രോജക്റ്റ് തയ്യാറാക്കുന്ന കാര്യത്തിലും പ്ലാനിംഗ് ബോർഡിൽ അംഗമായിരുന്നു. പല വർക്കിംഗ് ഗ്രൂപ്പുകളിലും അംഗമായിരുന്നു. അപ്പോൾ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കുമെങ്കിലും ഇത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നില്ല എന്നതാണ് അനുഭവത്തിലുണ്ടായത്. അത് ഒരു കാര്യക്ഷമതക്കുറവ് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ജനങ്ങളുടെ പ്രശ്നത്തിന് മുൻകൈ പരിഗണന കൊടുത്ത് അതിനുവേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നടപ്പാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും പുറകോട്ട് പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അതിനുള്ള ഒരു മുന്നിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ജനങ്ങളുടെ അംഗീകാരം തേടിയിട്ടാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഈ നടുക്കര 10ാം വാർഡിൽ മത്സരിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ പരിശീലകനും സർക്കാർ സർവീസിൽ നിന്ന് ഗസറ്റഡ് റാങ്കിൽ വിരമിച്ച ഷാജു ജോർജിന് 24 വർഷത്തെ സർക്കാർ സർവീസ് കാലഘട്ടത്തിൽ ഉടനീളം MVD, പോലീസ്, വിദ്യാഭ്യാസം മുതലായ വകുപ്പുകൾക്ക് വേണ്ടി റോഡ് സുരക്ഷാ പരിശീലനവും ബോധവൽക്കരണ ക്ലാസുകളും നൽകിയതിന്റെയും അനുഭവ സമ്പത്തുണ്ട്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുമായി ഇടപെട്ടിട്ടുള്ളതിനാൽ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കുവാനും പരിഹാരം കണ്ടെത്തുവാനും അതുവഴി ജനക്ഷേമത്തിനും നാടിന്റെ പുരോഗതിക്കും ക്രിയാത്മകമായ സംഭാവനകൾ ചെയ്യുവാനും സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി. നിലവിൽ പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ ട്രഷററായ ഷാജു ജോർജിന് വിജയിച്ചു വന്നാൽ വാർഡിൽ നടപ്പിലാക്കാൻ സമഗ്ര വികസന കാര്യങ്ങളേറെയാണ്. തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കുന്നതിനും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളാണ് ഷാജുവിന്റെ ലക്ഷ്യം.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി നടത്തിപ്പിൽ മേൽനോട്ടം വഹിക്കുന്ന കിലയിൽ നിന്നും വിവിധ വിഷയങ്ങളിൽ പരിശീലന പരിപാടികൾ പൂർത്തിയാക്കി ബ്ലോക്ക് തലത്തിൽ റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ച ഇദ്ദേഹം ആവോലി ഗ്രാമപഞ്ചായത്തിലെ പ്ലാനിംഗ് ബോർഡ് വർക്കിംഗ് ഗ്രൂപ്പുകളിലും സജീവമായിരുന്നു. 2022 ഇന്തോനേഷ്യയിലെ മലാങ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് സുസ്ഥിര ഗ്രാമവികസനം എന്ന വിഷയത്തിൽ നടന്ന അന്താരാഷ്ട്ര കോൺഫറൻസിൽ സുസ്ഥിര ഗ്രാമവികസനം കേരളത്തിൽ നിന്ന് ഒരു മാതൃക എന്ന പേരിൽ വാഴക്കുളം പ്രദേശത്ത് പൈനാപ്പിൾ കൃഷിയും വിപണനവുമായി ബന്ധപ്പെട്ടുണ്ടായ പുരോഗതിയെ സംബന്ധിച്ചുള്ള പ്രഭാഷണവും ഷാജു ജോർജ് നടത്തിയിട്ടുണ്ട്. നിലവിൽ കേരള നിയമസഭ നടത്തുന്ന പാർലമെന്ററി സ്റ്റഡീസ് PG കോഴ്സ് ചെയ്യുന്ന ഷാജുവിന് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് സഭാ നടപടികൾ നേരിൽ കാണുവാനും പഠിക്കുവാനും വിശദമായി മനസ്സിലാക്കുവാനും അവസരം ലഭിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ സമഗ്ര വികസനം കാഴ്ചവെക്കാൻ മുന്നണികൾക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന തന്നെ ജനങ്ങൾ തന്നെ വിജയിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് പൈനാപ്പിൾ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഷാജു ജോർജ്. സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെന്റിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് ആവോലി പഞ്ചായത്ത് 10ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ഷാജു ജോർജ് ആയിരുന്നു. അടുത്ത സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.